ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബോളിവുഡിൽ നിന്നുള്ള ഷെയ്ത്താന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പതിവ് പോലെ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. അജയ് ദേവ്ഗൺ നായകനെത്തിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഈ ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്ക് എത്തിയ ഷെയ്ത്താൻ എന്ന സിനിമയ്ക്ക് ഇന്നലെ ഞായറാഴ്ച മാത്രം 10 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷനാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതുവരെ 106 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 152 കോടി 11 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. 60 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ അങ്ങനെ തിയേറ്ററുകളിലെ വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നുവെന്ന് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു. നെസ്ലൻ മമിത കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേമലു ആ സിനിമയുടെ 6ാമത്തെ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ 6ാമത്തെ തിങ്കളാഴ്ചയും മുൻ തിങ്കളാഴ്ച വെച്ച് നോക്കുമ്പോൾ മികച്ചൊരു ഹോൾഡ് സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 62 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 18 ലക്ഷത്തിൽ പരമാണ്. ഇന്നും കേരള ബോക്സ് ഓഫീസിൽ 30-40 ലക്ഷം റേഞ്ചിലെ ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 57 കോടി 50 ലക്ഷത്തിലേക്ക് കേരള ഗ്രോസ് എത്തുന്നതാണ്. ഇന്ന് മാത്രം 2 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 119-120 കോടി റേഞ്ചിലേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും എത്തുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ പ്രേമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ അഞ്ച് കള്ളക്കോക്കാൻ. ചിത്രത്തിന് ആദ്യ തിങ്കളാഴ്ച മികച്ചൊരു ഹോൾഡ് നിലനിർത്താനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 26 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 13 ലക്ഷമാണ് ട്രാക്കിംഗ് കളക്ഷൻ. അതായത് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമയ്ക്ക് ആദ്യ തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മികച്ചൊരു ഹോൾഡ് സിനിമയ്ക്ക് തിങ്കളാഴ്ച നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് 1 കോടി 50 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടേക്കും. സിനിമയുടെ വേൾഡ് വൈഡ് കൃത്യമായ റിപ്പോർട്ടൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അഞ്ച് കള്ളക്കോക്കാൻ പോരാട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. ഷെയ്ത്താന് ശേഷം പോസിറ്റീവ് ലഭ്യമായ ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണല്ലോ യോധ. സിദ്ധാർത്ഥ മൽഹോത്ര നായകനെത്തിയ സിനിമയ്ക്ക് പക്ഷേ പോസിറ്റീവിനോടൊത്ത ഒരു കളക്ഷൻ ആദ്യം 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 17 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് 3 ദിവസങ്ങൾ കൊണ്ട് 23 കോടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. 60 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ഒരു ഓക്കെ തുടക്കം മാത്രമേ നിലവിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന വിവരം. എന്തായാലും ഇന്ന് മുതലുള്ള സിനിമയുടെ കളക്ഷൻ ഏറെ നിർണായകമാണ്. കാത്തിരിക്കൂ, സിനിമയുടെ കൂടുതൽ കളക്ഷൻ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്.